ഏത് അന്വേഷണം നടത്തേണ്ടത് ഞങ്ങളാരുമല്ലോ, നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റല്ലേ, കേന്ദ്ര ഏജൻസികളല്ലേ. കേന്ദ്ര ഏജൻസികൾക്ക് പറ്റിയ പിഴവോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ചെയ്യാത്ത കാര്യമോ മറ്റാരുടെയെങ്കിലും കിരടിക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ വർക്കല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഭയപ്പെടേണ്ട എന്ത് കാര്യമാണ് കേരളത്തിലുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPIM-നോ ഒരു ഭയവുമില്ല. ഈ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യത്തിൻ്റെയും പിന്നിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിൻ്റെ ഉത്തരവാദികൾ. അവരാണ് അത് കണ്ടുപിടിക്കേണ്ടത്, അവരാണ് ചെയ്യേണ്ടത്. അതിന് പകരം വെറുതെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രചാരവേല നടത്താൻ വേണ്ടിയിട്ട് അത് രാഷ്ട്രീയ ഉപകരണമാക്കി ഉപയോഗിക്കാൻ ചില മാധ്യമങ്ങളും കൂടി പുറപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും ഞങ്ങൾക്ക് ഭയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാവേണ്ടിയില്ല. MOS B. മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സെൻട്രൽ ഏജൻസീസ് വരുമ്പോൾ മിസ്റ്റർ പിണറായി വിജയനും സതീശനും കൂടി ഒരുമിച്ച് നിന്ന് അതിനെതിരെ കരയുന്നു അല്ലെങ്കിൽ ഞങ്ങളെ വിചാരണ ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്നാണ് MOS B. മുരളീധരൻ കഴിഞ്ഞ ദിവസം. മുരളീധരൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിലൊരു അടിസ്ഥാനമില്ല. കോൺഗ്രസും CPIM ചേർന്നുകൊണ്ടാണ് എന്ന് പറയുന്ന മുരളീധരൻ്റെ വാദഗതിയെ ആരെങ്കിലും അംഗീകരിക്കുമോ കേരളത്തിൽ? ഞങ്ങൾ കോൺഗ്രസിനോടുള്ള നിലപാട് തന്നെയാണ്, കൃത്യമായ നിലപാടാണ്. ഹിന്ദുത്വ വർഗീയതയാണ് BJP കൈകാര്യം ചെയ്യുന്നത്. മൃദു ഹിന്ദുത്വ നിലപാട് അതിന് പകരം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കഥ തീരും എന്നാണ് കോൺഗ്രസിനോട് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് എടുക്കേണ്ട നിലപാട് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം, മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടി കൈകാര്യം ചെയ്യണം. അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ കോൺഗ്രസിനെ പറ്റി. അത് ചെയ്യാൻ കോൺഗ്രസ് ചെയ്യാറില്ല. അതായത് ഞങ്ങളുടെ നിലപാടും അവരുടെ നിലപാടും ഒന്നായിട്ടല്ല ഈ ചേരൽ. ഞങ്ങളുടെ മുമ്പിലുള്ള ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ. അതെന്താ? ഇന്നത്തെ രീതിയിൽ മുമ്പോട്ടേക്ക് പോയാൽ BJP തിരിച്ച് അധികാരത്തിൽ വന്നാൽ പിന്നെ ജനാധിപത്യ ഇന്ത്യ ഉണ്ടാവില്ല, മതനിരപേക്ഷ ഇന്ത്യ ഉണ്ടാവില്ല, ഈ ഭരണഘടന ഉണ്ടാവില്ല. പിന്നെ അവർ തന്നെ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനയുണ്ട്, അത് ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണ്, ഹിന്ദുക്കൾക്ക് മാത്രം വോട്ടവകാശം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനയാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഒരു ആയുധമാണ് എന്ത്? ഇന്ത്യ എന്ന വിശാല വേദി. അതിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ദുർബലപ്പെടുത്തരുത് എന്നാണ് കോൺഗ്രസിനോട് ഞങ്ങൾ പറയുന്നത്. അതാണ് ആരോഗ്യകരമായ ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അവരുടെ നിലപാട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൃദു ഹിന്ദുത്വ നിലപാട് കൊണ്ടും പകരം വെക്കാൻ സാധിക്കില്ല. അനുഭവത്തിന് വെളിച്ചതിലും അവർ പഠിക്കുന്നില്ല. ഇതാണ് കോൺഗ്രസിനെ പറ്റിയുള്ള ഞങ്ങളുടെ വിമർശനം. അത് ഈ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ രണ്ടാളും. ചേട്ട കയറിയാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഉള്ള ധാരണ വെച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇതൊരു ഡെമോക്രാറ്റിക് അല്ല. അതാണ് ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ഈ ഫ്യൂഡൽ ജീർണതയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പുറം ഇപ്പുറം ഒരേപോലെ നിൽക്കുകയാണ്. ഒന്ന് അശുദ്ധമാക്കപ്പെടുന്നു, അശുദ്ധമാക്കിയതിനെ ശുദ്ധീകരിക്കുന്നു. രണ്ടും അത് തന്നെയാണ്. ഇതൊന്നുമല്ല രാഷ്ട്രീയം. പാവം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇമാതിരി തലത്തിലാണ് അവരെ ഇറക്കുന്നത്. ജനാധിപത്യപരമായ രീതിയിലുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. അതിന് പകരം ഇമാതിരിയുള്ള വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീർണത കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാലോ? അത് നൽകുന്ന സന്ദേശം ശരിയായതല്ല. ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ? അല്ല, ഗവർണർ അതിൻ്റെ സംഘർഷാത്മകമായ സാഹചര്യങ്ങളെല്ലാം വേറെ, ഗവൺമെൻറ് എന്ന രീതിയിലുള്ള നിലപാടുകളും കാര്യങ്ങളെല്ലാം വേറെ. സാധാരണ രീതിയിൽ എല്ലാ സന്ദർഭത്തിലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന ഇത്തരം പരിപാടികൾ പങ്കെടുക്കാറുണ്ടല്ലോ. എന്തേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരിക്കുന്നത്? നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിനെ തന്നെ വിട്ട് എല്ലാറ്റിനും നിഷേധാത്മകമായ ഒരു നിലപാട് സ്വീകരിച്ച് പോവുകയാണിപ്പോൾ. ഒരു വികസനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല, കേരളത്തെ വളരാൻ അനുവദിക്കില്ല എന്ന നിഷേധാത്മകമായ ഒരു നിലപാടാണ് ഇവർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര കണ്ടാൽ മതി. അവരാരും ക്ഷണിക്കാതിരുന്നിട്ടല്ല, ക്ഷണിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ട് ഒരു MP തന്നെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ UDF ആകെ പരിഷ്കരിച്ചു എന്നൊന്നും പറയാൻ സാധിക്കില്ല. UDFിൻ്റെ ഭാഗമായിട്ട് തന്നെ വഹാബിൽ പങ്കെടുത്തിട്ടുണ്ട് MP, മുസ്ലിം ലീഗ്. അതൊക്കെ നോക്കാം. ഇതൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. നിഷേധാത്മകമായ രീതിയിലൊന്നും പോകാൻ സാധിക്കില്ല. ഭരണഘടനാപരമായ കാര്യം കൈകാര്യം ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ അതിന് കയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് വിവിധ ഗവർണർമാർക്ക് സുപ്രീം കോടതിയുടെ മുമ്പിൽ വ്യക്തമായതാണല്ലോ. കേസ് അവിടെ തന്നെ ഉണ്ട്. അതിലങ്ങനെ കൈകാര്യം ചെയ്ത് പോവാം. കുറച്ച് പ്രയാസമെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളത് ശരിയാണ്. ആർക്ക് തൃപ്തി തരാണോ? അല്ല, അത് ചോദിക്കേണ്ടത് നരേന്ദ്രമോദിയോടാണ്. അവർക്ക് തൃപ്തി തരാണോ എന്ന് ആദ്യം ചോദിക്കും. ഞങ്ങൾക്ക് തൃപ്തികരമല്ല എന്ന് വളരെ വ്യക്തമല്ലേ? അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതികളെ ഇപ്പോഴും ചോദ്യം ചെയ്തിട്ട് പോലുമില്ലല്ലോ.
ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ. അതിന് വീണ്ടും വിശദീകരിച്ച് പോകേണ്ട കാര്യമില്ല. ആ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര അത് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നേരെ മറുപടിയാണ്. കാര്യമില്ല, ഒരു കാര്യമില്ല, വെറുതെ പറയുകയാണ്. അനുകൂല സിദ്ധാന്തത്തിൻ്റെ വക്താവായിട്ട് മാറിയിരിക്കുകയാണ് ഈ സതീശൻ.